ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയോ ഇനി അതും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ അതിൽ ലൂസായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എന്താ ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മാവ് നല്ല ലൂസായാലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കട്ടിയാകാൻ പാടില്ല. നമ്മൾ ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി. നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നല്ല ലൂസായിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. ആ ഒരു പാകം കേട്ടോ ഇതിന് വേണ്ടുന്നത്. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു പാകം കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ല സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങക്ക് ഒട്ടും പിശുക്ക് കാണിക്കേണ്ട. 1 കപ്പ് തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്ക് നമ്മളിപ്പം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. കൈ വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ആ തേങ്ങയുടെ പാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണം കേട്ടോ. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല തേങ്ങാപ്പാലിൻ്റെ ആ ഒരു കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു തേങ്ങ മാറ്റി വെക്കുന്നില്ല കേട്ടോ. തേങ്ങേൻ്റെ ആ ഒരു പീര് നമ്മൾ മാറ്റി വെക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങാ പീരയും ആ ഒരു തേങ്ങാപ്പാലും ഒക്കെ കൂടി നമ്മളിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ ഇതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തേങ്ങ മിക്സാക്കി എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ഏലക്കായാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുമ്പോണ്ടാകും. നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം കുറച്ച് വെള്ളം ഇതിലേക്ക് വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ വെള്ളത്തിന് ഇതിന് നമ്മളിങ്ങനെ ഒഴിക്കുന്നതിന് പകരമായിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി വെല്ലം ഉണ്ടാവുമല്ലോ അതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് പഞ്ചസാര വെച്ചിട്ട് ചെയ്യും കേട്ടോ, ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകാൻ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ മാവുണ്ടല്ലോ അത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് ഈ ഒരു പാകത്തിന് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്താട്ടോ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ മാവ് ഇതുപോലെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് പ്രത്യേകിച്ചിട്ട് അളവോ സൈസോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഈ ഒരു ചൂടായിട്ട് വരുന്ന നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിനെ മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു മാവിലൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കുഴച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാൻ. ഒരുപാട് ചേർക്കേണ്ട, ഒരു പിഞ്ചോളം മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്കിനി ഒന്നും ഇതിലേക്ക് ചേർക്കാനും ഇല്ല കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുത്താൽ മതി. ഈ ഒരു തേങ്ങാപ്പാലും ആ ഒരു പഞ്ചസാരൻ്റെ മധുരത്തിലൊക്കെ കിടന്നിട്ട് ഈ ഒരു നമ്മളെ മാവ് നന്നായിട്ട് വെന്ത് കുറുകി കിട്ടുന്നവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വറ്റിച്ച് കുറുകി എടുക്കുക കേട്ടോ. കുറുകി ഈ ഒരു പാകത്തിനായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇനി പായസം പോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമുള്ള സമയത്ത് തന്നെ നമുക്ക് ഇതങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ആ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ
ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറും 2 ചേരുവകൾ കൊണ്ട് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും ഇഷ്ടമാവട്ടെ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.